എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലക്ഷ്മി എസ് നായർ. കൊല്ലം പത്തനാപുരം സ്വദേശിനിയാണ്. മൈൻഡിന്റെ പാരിസ്ഥിതിക പ്രോജക്റ്റായ അവനിയുടെ കോർഡിനേറ്ററിൽ ഒരാൾ. കേരളത്തിലുള്ള മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ ജനിതക രോഗ ബാധിതരുടെ കൂട്ടായ്മയാണ് മൈൻഡ് ട്രസ്റ്റ് അഥവാ മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി. 600-ലധികം അംഗങ്ങളുള്ള മൈൻഡ് ട്രസ്റ്റിന്റെ കഴിഞ്ഞ 7 വർഷത്തെ നിരന്തര പ്രവർത്തനങ്ങളുടെ ഫലമായി 2020-21 കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച സംഘടനയ്ക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയെന്നതും ദേശീയതല ഹേമ മെമ്മോറിയൽ അവാർഡ് ലഭിച്ചു എന്നതും പെസ്ക അവാർഡ് 2025 ലഭിച്ചു എന്നതും ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നേട്ടങ്ങളാണ്. അവബോധം, വിദ്യാഭ്യാസം, തൊഴിൽ, പുനരധിവാസം, ഗവേഷണം എന്നീ 5 ലക്ഷ്യങ്ങൾ മുൻനിർത്തി 18 പ്രോജക്റ്റുകളിലൂടെയാണ് മൈൻഡ് പ്രവർത്തിക്കുന്നത്. പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളാൻ പരിമിതികളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവർക്കും സാധിക്കുമെന്ന മനോഹരമായ ആശയം മുൻനിർത്തി മൈൻഡ് വിഭാവനം ചെയ്ത പ്രോജക്റ്റാണ് അവനി എന്നത്. ഒരു ചെടി നടുമ്പോൾ, ഒരു പച്ചക്കറി വിളവെടുക്കുമ്പോൾ, കൃഷികാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉണർവ് അനുഭവവേദ്യമാണ് എന്നത് ഞങ്ങൾ അറിയുന്നു. അത് മറ്റുള്ളവരിലേക്കും പകരാനും ഞങ്ങൾ ശ്രമിക്കുന്നു. പൊതു ഇടങ്ങളിൽ വൃക്ഷത്തെ നടുക, മൈൻഡിലെ കുട്ടികളെ കൊണ്ട് പ്ലാസ്റ്റിക്കിനോട് നോ പറയാൻ ശീലിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അവനയിലൂടെ ചെയ്തിരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവനയിലെ അംഗങ്ങളെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പ്രോജക്റ്റിനുണ്ട്. പരിസ്ഥിതി ദിനം, ഭൗമദിനം തുടങ്ങിയ ദിനങ്ങളിൽ അവനി അംഗങ്ങൾ മറ്റുള്ള വ്യക്തികൾക്കും പാരിസ്ഥിതിക അവബോധം നൽകുകയുണ്ടായി. അവനിയവർ എന്ന പേരിൽ ഊർജ സംരക്ഷണ പദ്ധതിയിലൂടെ പലരുടെയും വീടുകളിൽ വൈദ്യുതി ബിൽ ഗണ്യമായി കുറയ്ക്കാനും സാധിച്ചു. സ്വന്തം വീട്ടിലെ ജൈവ മാലിന്യം, അടുക്കള മാലിന്യം എന്നിവ വലിച്ചെറിയാതിരിക്കുമ്പോൾ, അവ കമ്പോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, അങ്ങനെ ഒരു ചുറ്റുപാടിലെ ജനങ്ങൾ അത് ശീലമാക്കുമ്പോൾ തന്നെ അവിടേക്ക് ഭക്ഷണം ആഗ്രഹിച്ചു വരുന്ന തെരുവുനായകളുടെ എണ്ണം കുറയുകയും ആ പ്രദേശത്ത് തെരുവുനായ ഭീഷണി ഒരു പരിധിവരെ ഒഴിവാക്കുകയും ചെയ്യുന്നു എന്ന ആശയം മുൻനിർത്തി ബയോ കമ്പോസ്റ്റിംഗ് അവനിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പോകുന്നു അവനിയിലെ പ്രവർത്തനങ്ങൾ. ആർക്കും വലിയ ശാരീരിക അധ്വാനം ഇല്ലാതെ വീടിനുള്ളിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിരീതിയാണ് മൈക്രോഗ്രീൻ. പോഷക ഗുണങ്ങൾ ഏറെയുള്ള ഈ കുഞ്ഞൻ സസ്യങ്ങളുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയാനായി, അവയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമ്മളോട് പങ്കുവെക്കുവാനായി ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായി വന്നിരിക്കുന്നത് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥയായ ശ്രീമതി ബിനി ജോസ് മാം ആണ്. മേഡത്തിനെ ഏറെ സ്നേഹത്തോടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം. അപ്പോൾ താങ്ക് യു ഫോർ. നമ്മളെല്ലാവരും തന്നെ എല്ലാ മനുഷ്യരും തന്നെ പല തരത്തിലുള്ള പ്രതിസന്ധികളെ നമ്മൾ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് ഓരോ രീതിയിലാണെന്ന് മാത്രം. പക്ഷെ അതിനെല്ലാം ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ നേരിടുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമായിട്ടുള്ളത്. ഒരു നല്ല ഒരു ഫൈറ്റ്, അതായത് നല്ലൊരു പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കുന്നതാണ്. നമ്മളെല്ലാവരും തന്നെ നല്ല കഴിയുന്നത്രയും ഒരു നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ മാനസികാരോഗ്യമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും. നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് എല്ലാവരും ഇന്ന് കുറെ കൂടെ അവെയർ ആണ്. നല്ല ഒരു ഹെൽത്ത് കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ എല്ലാ ആൾക്കാരും തന്നെ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം എല്ലാവരും വളരെയധികം കോൺഷ്യസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും എക്സസൈസ് ചെയ്യുന്നു, കഴിയുന്ന അത്രയും പേര് ജിമ്മിൽ പോകുന്നു, പച്ചക്കറികൾ കഴിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നുണ്ട്, ജ്യൂസുകൾ കുടിക്കുന്നു, പച്ചക്കറികളുടെ ജ്യൂസ്, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. അതുകൂടാതെ നമ്മൾ സംസാരിക്കുന്ന വേറെ ഒന്ന് മില്ലറ്റ്സ് ആണ്, ചെറുധാന്യങ്ങളാണ്. അതോടൊപ്പം തന്നെ കുറച്ചധികം നാളായിട്ട് തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയും. അപ്പൊ ഈ മൈക്രോ ഗ്രീൻസ് നിങ്ങൾക്ക് എല്ലാവരും തന്നെ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു പക്ഷെ ചെയ്യുന്നവരുണ്ടായിരിക്കും, കുറെ അധികം അറിവുകൾ അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കും. എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രസന്റ് ചെയ്യാൻ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ എന്ത് പ്രതിസന്ധിയാണെങ്കിലും നമ്മൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴും ഒരുമിച്ച് നിൽക്കുമ്പോഴും നമുക്കത് കുറെ അധികം നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് ലഘൂകരിക്കാനും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് അതിനെ ഫേസ് ചെയ്യാനും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്
അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഞാനൊരു വീഡിയോ പ്രസന്റേഷൻ പോലെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ അറിയാവുന്ന കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി പറയാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ വീഡിയോയിലോട്ട് നമുക്ക് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മൈക്രോ ഗ്രീൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് ചുരുക്കമായിട്ട് പറഞ്ഞു, അധികം സമയം എടുക്കില്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിൽ പക്ഷെ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിൽ കൂടുതൽ നമുക്ക് വില തരുന്നത്, അതായത് കൂടുതൽ ന്യൂട്രിയൻ റിച്ച് ആണ് എന്നാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. എന്താണ് മൈക്രോ ഗ്രീൻസ്? നമ്മള് ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് പയർ മുളപ്പിച്ചത് അങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. മുളപ്പിച്ചതും മൈക്രോ ഗ്രീൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കാണിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഒരു 3 മുതൽ 5 ദിവസം വരെ, അല്ലെങ്കിൽ നമ്മളൊന്ന് മുള പൊട്ടി ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് ആണ് നമുക്ക് സ്പ്രൗട്ട് അല്ലെങ്കിൽ മുള ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു നെക്സ്റ്റ് സ്റ്റേജ് നമുക്കൊരു 7 to 21 ഡേയ്സോളം ഗ്രോത്ത് വരുന്ന ചെടികൾക്ക് ആ ഗ്രോത്ത് വരുന്നിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ കഴിക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈക്രോ ഗ്രീൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പേ എന്നാൽ സ്പ്രൗട്ട് മുളപ്പിച്ചതിന് ശേഷമുള്ള ഒരു സ്റ്റേജ് ആണ് മൈക്രോ ഗ്രീൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇതിലൊരു പിക്ചറാണ്, അതൊരു ടെക്നിക്കലി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അതായത് നമ്മുടെ വിത്തിൽ തന്നെ നമുക്ക് ചെടിക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള തുടക്കത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ അതിനുള്ള ആവശ്യമായിട്ട് എന്തൊക്കെയുണ്ടോ അത് ചെടിയിൽ അടങ്ങിയിട്ടുണ്ട്. അത് ആ മുളപ്പ് കൂടാതെ ആദ്യം നമ്മൾ കാണുന്നത് മുളപ്പ്, അല്ലെങ്കിൽ 2 കോട്ടിലിഡൻസ്, അതായത് സാധാരണ ഡൈക്കോട്സ് എന്ന് പറയും, മോണോകോട്സ് എന്നും പറയും. അപ്പൊ അതില് ഡൈക്കോട്സ് ആണെങ്കിൽ 2 കോട്ടിലിടനുണ്ട്. ശരിക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള 2 ഇലകൾ പോലെ തോന്നിക്കുന്നു, എന്നാൽ ശരിക്കുമുള്ള ഇലകളല്ല. എന്നാൽ കുറച്ചുകൂടെ വളർച്ച മുമ്പോട്ട് വരുന്തോറും വളർച്ച എത്തിയ 2 ഇലകൾ കൂടെ നമുക്ക് കാണുന്ന രീതിയിലുള്ള 2 ഇലകൾ കൂടി പുറത്തോട്ട് വരും. അത് ഒരു പിക്ചർ റെപ്രസെന്റേഷൻ തന്നു എന്നേ ഉള്ളൂ. ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഓൾമോസ്റ്റ് ഒരു 7 ദിവസം മുതൽ 14, ചില കേസുകൾ 21 ദിവസം വരെ ഇത് വളർത്തുന്നതുണ്ട്. എങ്കിലും ഒരു ഭൂരിഭാഗം മൈക്രോ ഗ്രീൻസ്, അതായത് ഓരോ ഇനത്തിൽപ്പെട്ട പല പയറുവർഗ്ഗങ്ങൾ ചെയ്യുന്നുണ്ട്, ചിലത് ഗ്രാസസ് ചെയ്യുന്നുണ്ട്, പച്ചക്കറികളുടെ തന്നെ മൈക്രോ ഗ്രീൻസ് ഉണ്ട്. ഇത് ഓരോന്നിനും അതിന്റെ ദിവസം എത്ര ഡേയ്സിലാണ് നമ്മളത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, പറിക്കുന്നത് എന്നുള്ളത്, കട്ട് ചെയ്ത് നമ്മൾ ഭക്ഷണത്തിന് എന്നുള്ളത് മാറിയിരിക്കുന്നു. അപ്പം എങ്കിലും ഏകദേശം ഒരു 1 മുതൽ 3 ഇഞ്ച് വരെ പരമാവധി പൊക്കം വരുന്നത് വരെ, 2 ഇല പൊക്കം സ്റ്റേജ് വരെ ആവുന്നത് വരെ 7 തൊട്ട് ഓരോന്നിനും മാറിയിരിക്കും. നേരത്തെ പറഞ്ഞാൽ 21 ദിവസം വരെ പ്രായമാവുന്ന ആ ഒരു സ്റ്റേജിലാണ് ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുകയും ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ മൈക്രോ ഗ്രീൻസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ എന്താണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്? ഇതിന് ഹാർട്ട് ഡിസീസസിന്റെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് കാണുന്നുണ്ട്. അതിനുള്ള ക്യാൻസർ വരാനുള്ള സാധ്യതകളെ കുറയ്ക്കുന്നതിന് ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി, നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കണ്ണിന്റെ കാഴ്ച, അതുപോലെ ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ വയറിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നമ്മുടെ ഡൈജഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കൊളസ്ട്രോൾ കണ്ടന്റ് കുറയ്ക്കാൻ, അതായത് ഹെൽത്തി കൊളസ്ട്രോൾ നമുക്ക് തരുന്നതിനും നമ്മുടെ ബാഡ് കൊളസ്ട്രോളിന്റെ അളവ് ശരീരത്തിൽ കുറയ്ക്കുന്നതിനും വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അതിന്റെ ഗുണങ്ങൾ. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ആ ഗുണങ്ങൾ ഇതിന് തരാൻ കാര്യം, അല്ലെങ്കിൽ ഈ മൈക്രോ ഗ്രീൻസിന് ഇങ്ങനെ പ്രത്യേകതകൾ വരാൻ കാര്യം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതില് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും, നമ്മൾ പച്ചക്കറികളായിട്ട് ധാരാളം അല്ലാണ്ട് കഴിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ചീര ഇഷ്ടമാണ്, അല്ലെങ്കിൽ മുരിങ്ങയുണ്ട്, അല്ലെങ്കിൽ അഗസ്തിയുടെ ലീവ്സ് കഴിക്കുന്നവരുണ്ട്, പലതരം ചീര ആ ടൈപ്പ് കഴിക്കുന്നവരുണ്ട്. അത് കഴിച്ചാൽ പോരെ. ഇനി അതും ഇതും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അതിനേക്കാളും എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സയന്റിഫിക്കലി പറയുന്നത്, നമ്മൾ ഒരു മെച്യൂർ ആയിട്ടുള്ള, അതായത് വളർച്ച എത്തിക്കഴിഞ്ഞ ഒരു ഇലച്ചെടികളെ കമ്പയർ ചെയ്യുമ്പോൾ
മൈക്രോ ഗ്രീൻസിന് അതിനേക്കാളും 40 ടൈംസ് മോർ ഇതിൽ ന്യൂട്രിയന്റ് കണ്ടന്റ് റിച്ച് ആണ്. കൂടുതൽ അതിൽ മൂലകങ്ങളും അതിന്റെ ഗുണങ്ങളും വളരെയധികം ഇരട്ടിയോളം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പിന്നെ അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ തരാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ആന്റി ഓക്സിഡൻസ് ആണ്. ഈ പറഞ്ഞ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഫുഡൊക്കെ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മുടെ ബോഡിയിൽ ധാരാളം അധികം ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന കുറച്ചത് നമ്മുടെ ഡൈജഷന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതാണ് ശരീരത്തിൽ. അപ്പൊ അത് ഒരളവിൽ കൂടുതലാകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ധാരാളം അസുഖങ്ങൾ, ഒരു ക്യാൻസർ ഒരു പ്രോൺ ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് നമ്മളെ എത്തിക്കും. നമ്മൾ പലപ്പോഴും മഞ്ഞൾ കഴിക്കണം, അതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലും ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പൊ ഇതൊരു റിച്ച് സോഴ്സ് ഓഫ് ആന്റി ഓക്സിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലവിധ രോഗങ്ങൾ ചെറുക്കുന്നതിന് വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് നമുക്ക് മൊബിലിറ്റി കുറവുള്ള നമുക്ക് പലപ്പോഴും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടല്ലാതെ തന്നെ നമ്മൾ മൂവ്മെന്റ് കുറവുള്ളവരുണ്ടായിരിക്കും. അല്ലാതെ നമുക്ക് മൂവ്മെന്റ് നമുക്ക് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ തന്നെ ഇപ്പൊ ഈ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് കൂടുതൽ അസുഖങ്ങളിലോട്ട് നമ്മളെ എത്തിച്ചേരാതിരിക്കുന്നതിന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് ആ ഒരു രീതിയിൽ നമുക്കത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമുക്കിത് പോളിഫിനോൾ കണ്ടന്റ്സ്, അത് ആന്റി ഓക്സിഡൻസിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ ഇതിലുള്ളത് നല്ല റിച്ച് സോഴ്സ് വൈറ്റമിൻ കെ, സിഇ, അതുപോലെ വൈറ്റമിൻ എ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. ആ ഒരു ഇതിന്റെ റിച്ച് സോഴ്സ് കൂടെയാണ് ഈ പറയുന്ന വൈറ്റമിൻ സി, കെ, ഇ എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം വൈറ്റമിൻ സി നമുക്ക് ബോഡിക്ക് ഇമ്മ്യൂണിറ്റി തരുന്നതാണ്. അതുപോലെ നമ്മുടെ സ്കിൻ ഡിസീസസിനെ സംബന്ധിച്ച് അതിനെതിരെ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു ശക്തി തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ആന്റി ഓക്സിഡൻസിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉള്ളതാണ്. അതുപോലെ ബോൺ ഹെൽത്തുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് വിറ്റാമിൻ കെ. അതുകൊണ്ടൊക്കെ തന്നെ ഈ കാര്യങ്ങളുടെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് ഇത്രയധികം ഒരു ഇമ്പോർട്ടന്റ് ലെവലിലോട്ട് വരുന്നത്. ഇപ്പൊ കൂടുതലായിട്ട് ഇത് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് തന്നെ പല ടൈപ്പ് ഉണ്ട്. നമ്മൾ പല പച്ചക്കറികൾ എന്ന് പറയുന്നത് പോലെ നമ്മൾ സൺഫ്ലവർ, റാഡിഷ് എല്ലാം, ക്യാബേജ്, കോളിഫ്ലവർ, ചീരയുടെ ഇത് എന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനെ ഒരുവിധം കുറെ അധികം തന്നെ പച്ചക്കറികളുടെയും ചില ഗ്രാസിന്റെയും ഒക്കെ തന്നെ ഈ പ്രായത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 തൊട്ട് മിക്കവാറും 14 വരെയുള്ള ഡേയ്സിൽ വരെ വളർത്തിയെടുത്ത ആ പ്രായത്തിലുള്ള ചെടിയുടെ ഒരു ഇതാണ് ഈ പറയുന്ന മൈക്രോ ഗ്രീൻസ്. അതിപ്പോ സൺഫ്ലവർ ഉണ്ട്, റാഡിഷ് ഉണ്ട്, ബ്രൊക്കോളി, ക്യാബേജ്, വീറ്റ് ഗ്രാസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉലുവ, ഇങ്ങനെ ഇത്രയധികം വളരെ പ്രധാനമായിട്ട് പറയുന്നവയുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വളർത്തുന്നതെന്ന് പറയാം. ചുരുക്കി പറയുന്ന അധികം സമയം എടുക്കത്തില്ല. ഇതിപ്പോ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇട്ടുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരു സ്റ്റാൻഡ് നമുക്ക് ട്രേകൾ, ഇതൊരു കൊമേഴ്ഷ്യലി വളർത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. അല്ലാതെ നമുക്ക് വീട്ടിൽ ചെറിയ രീതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്തു പോകാം, ബുദ്ധിമുട്ടുള്ളതല്ല. എങ്കിലും ഞാൻ കൊമേഴ്ഷ്യലി എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇതേപോലെയുള്ള സ്റ്റാൻഡുകളിൽ ചെറിയ ട്രേകളിലായിട്ട് അടുക്കിയാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫാൻസ് ചെറുതായിട്ട് ഇതിൽ കാണുന്നുണ്ട്. ഇതാണ് ഒരു കൊമേഴ്ഷ്യലി ഒരു റേസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു ചെറിയ മുറിയിൽ നിന്ന് തന്നെ അയാൾ ഉണ്ടാക്കുന്ന ഒരു വരുമാനമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരാൾ ചെയ്ത് അയാൾക്ക് 3 ലക്ഷത്തോളം വരുമാനമാണ് ഒരു മാസത്തിൽ നിന്ന് അയാൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഇത് വളർത്തുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇന്ന് നേരത്തെ നമ്മൾ കണ്ടു ട്രേസ് കണ്ടു. ഇപ്പൊ ട്രേസിൽ തന്നെ ഒരു നമ്മൾ കാണുമ്പോൾ പിക്ചറിൽ കാണുമ്പോൾ നമുക്ക് ഒരു ട്രേ എന്ന് തോന്നും, എങ്കിലും അതിൽ 2 ട്രേ ഉണ്ട്. അപ്പൊ മേളിൽ നിങ്ങൾ കാണുന്ന ഒരു ഹോളുള്ള ഒരു ട്രേയും ഉണ്ട്, അതിന്റെ അടിയിൽ ഹോളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു ട്രേയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ട്രേയിൽ നമ്മൾക്ക് പല മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതിൽ ഒരു മാധ്യമം നമ്മൾ ഉപയോഗിച്ച് അതിൽ നമ്മൾ സീഡ്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ആ രണ്ടാമത്തെ നമ്മളൊരു ആരോ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേജിൽ കാണും. ഇതിനു ശേഷം ഇത് നമ്മൾ റൂമിൽ വെച്ച് അത് വളരാൻ തുടങ്ങിയതിന് ശേഷമുള്ളതാണ് 3ാമത്തെ സ്റ്റേജ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്.
ഇനി ഞാൻ അത് എന്തൊക്കെ വേണമെന്നുള്ളത്, ഇത് വളർത്തുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ കറക്റ്റ് സാധനങ്ങൾ വൈസ് ഞാൻ ലിസ്റ്റ് ചെയ്ത് പറയാം. അപ്പൊ നമ്മൾ കണ്ടു, ട്രേസിന്റെ കാര്യം പറഞ്ഞു. ഇത് കൂടാതെ ഇതിന് വേണ്ട വിത്തുകൾ നമ്മൾ സാധാരണ ചെടികൾ വളർത്തുന്നത് പോലെ പച്ചക്കറികൾ വളർത്താൻ എടുക്കുന്ന വിത്തുകൾ നമ്മൾ ഇതിന് വളർത്താൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല. കാരണം നമുക്ക് വരുന്ന വിത്തുകൾ പലതും തന്നെ, കാരണം അത് സ്റ്റോർ ചെയ്ത് കുറെ നാളിരിക്കുമ്പോൾ പല അധികം സ്റ്റോർഡ് ഗ്രീൻ പെസ്റ്റുകളുണ്ട്, അതിനെ കഴിക്കുന്ന ജീവികൾ ഒരുപാടുണ്ട്. അത് കാരണം ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ട് പലപ്പോഴും ഇത് ട്രീറ്റഡ് ആയിട്ട് കെമിക്കൽസ് ഒക്കെ ട്രീറ്റ് ചെയ്താണ് ഇത് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിത്തുകളെ നമ്മൾ ഒരിക്കലും ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെ മൈക്രോ ഗ്രീൻസിന് വേണ്ടി തന്നെ വിത്തുകൾ അവൈലബിൾ ആണ്. കൂടുതലും ഈ ഒരുപാട് രീതിയിൽ ഒരു കൊമേഴ്ഷ്യലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടുതലും ഓൺലൈൻ ആയിട്ട് തന്നെ മേടിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇത് നോക്കുന്നതോറും മനസ്സിലാകുന്നത്. അപ്പം അത് ഓപ്പൺ പോളിനേറ്റഡ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആ ചെടിയുടെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വിത്താകരുത്, അത് പ്യുവർ ആയിട്ടുള്ള വിത്താകണം എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പല മീഡിയം യൂസ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് സോയിൽ, നല്ല വളക്കൂറുള്ള നല്ല മണ്ണ്, അല്ല എന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കൊക്കോപിറ്റ് ആണ്. ആ കൊക്കോപിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ലോ ഈസി കണ്ടന്റ് ആണ്. നമുക്ക് കിട്ടും കൊക്കോപിറ്റ്, സാധാരണ നമ്മൾ ഒരു ബ്ലോക്ക് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷെ അതിന്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് അതിൽ ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ്. അത് പ്രത്യേകിച്ച് ഈ മൈക്രോ ഗ്രീൻസ് ഇത്രയും വളർത്താൻ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് ചെടി വാടിപ്പോകും. അപ്പം ഇത് ലോ ഈസി, അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറവുള്ള കൊക്കോപിറ്റ് തന്നെ മേടിക്കാൻ കിട്ടും. ഇനി നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ തന്നെ കൺസംഷൻ, ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഒരു പാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം നമ്മളൊരു കൊമേഴ്ഷ്യലി നമുക്ക് പ്രോഫിറ്റ് നോക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളോട് ഇത്രയും നേരത്തെ പറഞ്ഞത്. അല്ലാതെ ഒരു പേപ്പർ അതിന് നനവ് കൊടുത്ത് തന്നെ നമുക്കിത് ചെയ്യാം. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കാര്യം വെള്ളമാണ്. വെള്ളത്തിന് pH വളരെ പ്രധാനപ്പെട്ടതാണ്. pH ഒരു 5.5, 5.5നും 6.5നും ഇടയിലുള്ള pH ആണ് ഈ മൈക്രോ ഗ്രീൻസിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത്. ചിലപ്പോൾ നമുക്ക് പൈപ്പ് വെള്ളമായിരിക്കും, ചിലപ്പോൾ ക്ലോറിനേറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ വാട്ടറിൽ pH ഇച്ചിരി കൂടുതലാവാൻ സാധ്യതയുണ്ട്. അത് ഈ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒന്നല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ pH ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതലാണ് എന്ന് കാണുവാണെങ്കിൽ നമുക്ക് 2 തുള്ളിയോ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ലെവലിലോട്ട് pH അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ഹ്യൂമിഡിറ്റി, കാരണം ഇതിൽ നമ്മൾ വെള്ളം കൊടുക്കുകയും ആ മുറിയിൽ തന്നെ, നമ്മൾ ചെറിയൊരു മുറിയല്ലേ നേരത്തെ കണ്ടത്, ഇത് വളരെ കൊമേഴ്ഷ്യലി ചെയ്യുന്ന ഒരാൾ പോലും അത്രയും മുറിയിൽ മാത്രമാണ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഹ്യൂമിഡിറ്റി അപ്പൊ നമ്മൾ ചെടിക്ക് വെള്ളം കൊടുക്കുന്നു, അതിൽ നിന്ന് വേപ്പറൈസ് ആയത് അത് ചെടിയിൽ നിന്ന് പുറത്ത് പോകുന്ന വെള്ളമുണ്ട്. അപ്പൊ അതിൽ ഹ്യൂമിഡിറ്റി ഹൈ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന്റെ ഹ്യൂമിഡിറ്റി നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തണം. ബിലോ 75 ആണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ട് പറഞ്ഞത്. അതുപോലെ ടെമ്പറേച്ചർ, ചൂട് കൂടുന്നതും ഇതിന്റെ ഗ്രോത്തിന് അത്ര അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമല്ല. കഴിയുന്നതും 25ന് താഴെ, 22, 23 ഒക്കെയാണ് ഇതിന്റെ ഒരു വളരാനുള്ള യോജിച്ച ഒരു ടെമ്പറേച്ചർ ആയിട്ട് കാണുന്നു. പിന്നെ ലൈറ്റ്, ഇപ്പൊ നമ്മൾ നമ്മുടെ ആവശ്യത്തിനൊക്കെയാണ് വളർത്തുന്നുണ്ടെങ്കിൽ സൺലൈറ്റ് തന്നെ ധാരാളമാണ്. നമ്മളൊരു ചെടിയിൽ ഇപ്പൊ നമുക്ക് കൂടുതലും വീട്ടിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറുപയറൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്കൊന്ന് മുളപ്പിച്ചിട്ട് നമ്മളൊന്ന് ആയിട്ട് നമ്മളൊന്ന് കെട്ടിയോ, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് നമ്മൾ വാർത്തിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് മുള പൊട്ടി വരുമല്ലോ. ആ ഒരു മുള പൊട്ടി വന്നതിനെ നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഇട്ട്, ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് അതിനൊരല്പം നനവും കൊടുത്ത് നമ്മൾ അടുക്കളയിൽ നമുക്ക് എവിടെയാണോ നമുക്ക് ഒരല്പം സൺലൈറ്റ് കിട്ടുന്ന, വെയിൽ കിട്ടുന്ന രീതിയിൽ, കാരണം ഭയങ്കര ഹെവി ലൈറ്റ് വേണ്ട, മീഡിയം ലൈറ്റ് മതി, ആ രീതിയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. ഇനിയില്ല, നമ്മൾ കുറച്ച് കൊമേഴ്ഷ്യലി ആണ് ചെയ്യുന്നത്, കുറച്ചുകൂടി പുറത്തൊക്കെ വിറ്റ് നമുക്കതൊരു വരുമാനം കൂടെ ആക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20 വാട്ടിന്റെ LED ലൈറ്റ് നമുക്കത് ഓരോ ട്രേയിലും നമുക്കൊരു 3 എണ്ണം വെച്ച് അതിന്റെ ആവശ്യമുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ ആ പിക്ചറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുമ്പ് കാണിച്ച പിക്ചറിൽ ഫാൻസ് ഉണ്ട്, ചെറിയ ഫാനുകൾ വെച്ചിട്ടുണ്ട്. കാരണം അതിന്റെ വായു, എയർ സർക്കുലേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിനെ വളർത്തിയെടുക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം, എൻവയോൺമെന്റ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ എപ്പോഴാണ് നമ്മൾ തന്നെ ഹാർവെസ്റ്റ് ചെയ്യാന്ന്, നമുക്ക് എപ്പോഴാണ് ഇത് പറിക്കേണ്ടത്?
ഓരോന്നും നമ്മളത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഓരോ സ്റ്റേജും ഡിഫറെന്റ് ആണ്. അതായത് അതിൽ ഞാൻ പറയാൻ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ സ്ലൈഡ് ഇട്ടിട്ടില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് ആഡ് ചെയ്യും, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആകും എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ ചെടിക്കും ഓരോ ഗുണമാണല്ലോ. ഇപ്പൊ നമുക്ക് പാവയ്ക്കയുടെ ഗുണമല്ലല്ലോ പടവലങ്ങയ്ക്ക്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ മൈക്രോ ഗ്രീൻസിനും അതുപോലെ തന്നെ അതിന്റെ ഗുണഗണങ്ങൾ വ്യത്യസ്തമാണ്. പ്രധാനമായിട്ടും ഞാൻ ഒന്ന് വീറ്റ് ഗ്രാസ് പറഞ്ഞു. വീറ്റ് ഗ്രാസ് നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാനാണെങ്കിൽ ഏകദേശം 12 ദിവസത്തോളം കഴിഞ്ഞാണ് ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ക്യാൻസർ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ഡിമാൻഡുള്ള ഒരു സാധനം കൂടിയാണ്. അതിന് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി തരുന്നത് വളരെ ഒരു നല്ല പോസിറ്റീവ് ഇഫക്റ്റ് കാണുന്ന ഒരു ഇതാണ്. പിന്നെ ഇത് പ്രധാനമായിട്ടും ഒരു ജ്യൂസ് ആയിട്ടാണ് നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ജ്യൂസ് ആയിട്ട് അരച്ച് അത് ഒന്ന് അരിച്ചതിന് ശേഷം അതിന് നമുക്ക് നാരങ്ങയുടെ ജ്യൂസും അതുപോലെ തന്നെ തേനും കൂടെ ചേർത്താണ് ഇത് കഴിക്കുന്നത്. പരമാവധി നമുക്ക് ഈ പറയുന്ന ഇത് മാത്രമാണ് ജ്യൂസ് ആയിട്ട്, ബാക്കിയൊക്കെ നമുക്ക് സലാഡിന്റെ രൂപത്തിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ സലാഡ്സ് ഒക്കെ കഴിക്കുന്നത് ആ രീതിയിൽ നമുക്ക് കഴിക്കാം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കുന്നതാണ്. ഏതാണെങ്കിലും ഒരു 20 ഗ്രാം ആണ് ഒരു ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് നോർമലി പറയുന്നത്. ഓക്കെ, ഇതുപോലെ വേറൊരെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരെണ്ണം ചെടികളുടെ പറയുകയാണെങ്കിൽ ഉലുവ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഉലുവ വളർത്തുമ്പോൾ ഉള്ള വേറെ ഒരു കാരണം ഇതൊരു എല്ലാവർക്കും കുറച്ചൊരു ഗുണമുള്ളത് കൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് കാണുന്ന ഒരു ചെടി മൈക്രോ ഗ്രീൻ ആണ് ഇത്. പക്ഷെ എന്നാൽ വെള്ളത്തിന്റെ അളവ് വളരെ കുറച്ച് മതിയായിട്ടുള്ള ഒരു ചെടിയാണ്. അതുപോലെ ഇതിനെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് 7ാമത്തെ ദിവസമാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റ് 2-3 ചെടികൾ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് സൺഫ്ലവറും റാഡിഷുമാണ്. സൺഫ്ലവറിന്റെ സീഡ്സ് ഒക്കെ ഇട്ട് എല്ലാവരും വളരെ കുറച്ചുകൂടെ എല്ലാവരും എല്ലാം പ്രോട്ടീൻ ആണെന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ആൾക്കാർ ഇത് കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിൽ അധികം അതത്ര അങ്ങനെ കണ്ടിട്ടില്ല. അതേസമയം നോർത്ത് ഇന്ത്യയിലൊക്കെ പണ്ട് പോലെ ആൾക്കാരൊക്കെ കുറച്ചുകൂടെ കഴിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇപ്പൊ സൺഫ്ലവറിന് വളരെയധികം ഡിമാൻഡ് ഉണ്ട്. അപ്പൊ സൺഫ്ലവർ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ സൺഫ്ലവറിന്റെ മൈക്രോ ഗ്രീൻസ് ആകുമ്പോൾ അതും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടാണ് കാണുന്നത്. അത് കുറച്ചുകൂടെ ക്രിസ്പിയാണ്, കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. അത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. അതുപോലെ ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. അതുപോലെ ഫൈബർ കണ്ടന്റ് ഉണ്ട്. നാരിന്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ദഹനം കുറച്ചുകൂടെ നല്ലതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഉള്ളത് നമുക്ക് അതുപോലെ അതിൻ്റെ അകത്ത് ധാരാളം മിനറൽസ് ഉണ്ട്, പൊട്ടാഷ്യം, മെഗ്നീഷ്യം, അയൺ ഒക്കെ നല്ല രീതിയിൽ അതുപോലെ നമ്മുടെ മസിൽ ഫോർമേഷന്, മസിൽ ഫങ്ഷൻസിനെ നമ്മളെ ധാരാളം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് സൺഫ്ലവറും റാഡിഷും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ബ്രൊക്കോളി എന്ന് പറയുന്നത്, ബ്രൊക്കോളി നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ മൈക്രോ ഗ്രീൻസ് ഉണ്ട്, ഒരുപാടുണ്ട്, വളരെ കുറച്ചെണ്ണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബ്രൊക്കോളി ഈ പറയുന്ന പോലെ ധാരാളം വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, ഫൈബേഴ്സ്, അതുപോലെ അയൺ, കാൽഷ്യം, പിന്നെ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. ആന്റി ഓക്സിഡൻസും നമ്മുടെ രോഗപ്രതിരോധ ശേഷി തരുന്നതിന് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ കുറച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലെന്ന് വിചാരിച്ച് ഞാൻ അടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഞാൻ സ്ലൈഡ് ആഡ് ചെയ്തിട്ടില്ല അതില്. പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഒരുവിധപ്പെട്ട എല്ലാ മൈക്രോ ഗ്രീൻസും നമ്മൾ 7ാമത്തെ ദിവസം മുതലാണ് നമ്മൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്, കട്ട് ചെയ്ത് നമ്മൾ കൺസ്യൂം ചെയ്യാൻ എടുക്കുന്നത്. ചിലതൊക്കെ 12 ദിവസത്തോളം, വളരെ റയർ ആയിട്ടുള്ളത് 21 ഡേയ്സ് വരെ പോവാറുണ്ട്. ആ സമയത്ത് ഒരു 1 to 3 ഇഞ്ച് വരെ ഹൈറ്റ് വരുന്നതാണ് അതിന്റെ ഹാർവെസ്റ്റിങ്ങിന്റെ സ്റ്റേജ്. ആ സമയത്ത് 2 ഇല പരുവമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ സമയത്താണ് ഇതിൽ മാക്സിമം ന്യൂട്രിയൻ കണ്ടന്റ് ഉള്ളത് എന്നുള്ളതാണ് ആ സ്റ്റേജിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ കാര്യം. ഇനി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പിക്ചർ കാണുന്ന പോലെ ഒരു സിസേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. സിസേഴ്സ് അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് ഹാർവെസ്റ്റ് ചെയ്യും. പരമാവധി വൃത്തിയായിട്ടുള്ള, അതായത് സ്റ്റെറിലൈസ് ചെയ്തത് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിൽ അവർ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും കഴിയുന്ന അത്രയും ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഫംഗസ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് നമുക്ക് കഴിയുന്നതും ഒഴിവാക്കാം. കുറച്ചൊരു ക്ലീൻ, ഹെൽത്തി ആയിരിക്കും. കാരണം ഇത്രയധികം ചെടികൾ ഒരു ചെറിയൊരു സ്ഥലത്ത് തന്നെയല്ലേ വളരുന്നത്. അതുകൊണ്ട് ഇതിൽ ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും നമ്മൾ സാധാരണ ചെടികളെ വളർത്തുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള രോഗങ്ങൾ വരാനുള്ളത് സാധ്യത വളരെ കുറവായിട്ടാണ്
വരുന്നത് കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു കെമിക്കൽ ഉണ്ട്. അതിന്റെ 3% വീര്യമുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതിന്റെ ഫംഗസ് രോഗങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാം. കാരണം എല്ലാ കെമിക്കൽസും നമുക്ക് പെസ്റ്റിസൈഡ്സ് ഒന്നും അങ്ങനെ എടുത്ത് ഉപയോഗിക്കാം. കീടനാശിനികളും അങ്ങനെയുള്ളത് നമുക്ക് രാസകീടനാശിനികളും രാസകുമിൾനാശിനികളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഇതിൽ പറ്റത്തില്ല. നമുക്ക് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യുന്നതാണ്, നേരിട്ട് കഴിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അത് വലിയ തോതിൽ എത്തുന്നുള്ളതുകൊണ്ട് നമ്മൾ അത് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് അതിന് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ വിത്ത് ഇടുമ്പോഴത്തേക്ക് കഴിയുന്നതും ഒന്നിന് പുറത്ത് ഒന്ന് വീഴാതെ തരത്തിൽ ഉള്ള രീതിയിൽ വേണം നമ്മളത് ചെയ്യണം. അപ്പൊ നമുക്ക് ഫംഗസ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കും. പിന്നെ അടിയിൽ നിന്ന് നമ്മൾ സിസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് അടിയിൽ നിന്ന് 1 സെന്റിമീറ്റർ, പ്രത്യേകിച്ച് നമ്മൾ കൊക്കോ പിറ്റൊക്കെ ആണ് നമ്മൾ മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് 1 സെന്റിമീറ്റർ മാറ്റി ആണ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുന്നത്. കാരണം അതിനൊരു ചിലപ്പോൾ അതിന്റെ വേരിന് ചിലപ്പോൾ ഒരു ടേസ്റ്റ്, ഒരു ചവർപ്പ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് അതിന്റെ തണ്ട് അടിയിൽ നിന്നും അതിന്റെ ബേസിൽ നിന്നും 1 സെന്റിമീറ്റർ മുകളിലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ അത് തീരെ ചെറിയൊരു ചെടിയാണ്. അപ്പൊ അധികം നേരം അങ്ങനെ പുറത്ത് നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ല. നമ്മുടെ ആവശ്യത്തിനാണെങ്കിൽ തന്നെ ഇതുപോലെ ഇപ്പൊ ഒരു കണ്ടെയ്നറിന്റെ അകത്ത് ടിഷ്യൂ പേപ്പറിൽ വെച്ച് അതിന്റെ മുകളിലായിട്ട് ചെടിയിട്ട് അത് അടച്ചു വെച്ചാണ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുക. ഇനി നിങ്ങൾ പുറത്ത് ഒരു സെയിൽസിന് കൊടുക്കുകയാണെങ്കിൽ പോലും ഈ രീതിയിലാണ് നമുക്ക് കൊടുക്കുക. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അത് കൺസ്യൂം ചെയ്യുന്നതാണ് അതിന്റെ ഏറ്റവും ഹെൽത്തി ആയിട്ടും ഉള്ളത്. പിന്നെ അത് എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്, മാക്സിമം നമുക്ക് ഒരു 20 ഗ്രാം ആണ് ഒരു ദിവസത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഡയറ്ററി ആയിട്ടുള്ള നമ്മുടെ റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നത്. അത് നമുക്ക് പ്രത്യേകിച്ച് കുക്കിംഗ് അതിനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് സലാഡ്സ് ആയിട്ട് തന്നെ നമുക്ക് അതിനെ കൺസ്യൂം ചെയ്യാം. അത് കൂടാതെ ചിലത് നേരത്തെ പറഞ്ഞ വീറ്റ് ഗ്രാസ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അത് ജ്യൂസ് ആയിട്ട് അടിച്ച് അത് ഒന്ന് അരിച്ചതിന് ശേഷം ആണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി മിക്കതും നമുക്ക് പച്ചക്കറികൾ സലാഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഓംലെറ്റ് അതിന്റെ കൂടെയോ അല്ലെങ്കിൽ മീറ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ, ഇറച്ചിയുടെ കൂടെ ആണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ കഴിക്കാനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ഇതിന്റെ വളർത്തുന്ന എങ്ങനെയാണെന്നുള്ളതും ബാക്കി ഇതിന് വേണ്ട സാഹചര്യങ്ങളും ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം. എന്നെക്കാളും എന്തെങ്കിലും അറിവുള്ള ആൾക്കാർ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ. സാധാരണ മറ്റേ ഈ പയറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഗ്യാസ്ട്രൈറ്റിക്സിന്റെ ഇഷ്യൂസ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ മറികടക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ഇങ്ങനെ ജനറൽ ആയിട്ട് ഒരു ഡയറ്റീഷ്യനെ അല്ല, എങ്കിലും കാരണം ഞാനത് എന്റെ ഒരു ഇതിൽ വരുന്ന കാര്യമല്ല, എങ്കിലും ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇപ്പൊ മൈക്രോ ഗ്രീൻസിനെ കുറിച്ചാണ്. നമ്മുടെ മൈക്രോ ഗ്രീൻസിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രീഷൻ എങ്ങനെ ആകണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ അത് പഠിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ ഞാൻ പഠിച്ച് നമ്മളതൊന്നും ശ്രദ്ധിക്കാറ്. പക്ഷെ വീണ്ടും നമുക്കിങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ഇപ്പൊ നമുക്ക് ഇത്രയും വയസ്സാകുമ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങുമല്ലോ. നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ഇതേപോലെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. കുറച്ചുകൂടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യൻ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി തരാൻ പറ്റും. എങ്കിലും എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഡയറ്റിൽ നല്ല രീതിയിൽ നമ്മൾ ഇപ്പോഴും കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് മിക്കവാറും ചോറും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പാർ എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മീൻകറി എടുത്തെന്നിരിക്കും. അങ്ങനെ നമ്മൾ മിക്കവാറും 3 നേരം ഇത് തന്നെ ആയിരിക്കും നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ 2 നേരം. പക്ഷെ നമ്മുടെ ഡയറ്റിൽ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് ഫ്രൂട്ട്സും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡൈജഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അപ്പൊ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ വരുന്നത് ചിലർക്ക്, അതായത് ഓരോരുത്തരുടെയും ഹെൽത്ത് വേറെ രീതിയിലാണല്ലോ. ചിലർക്ക് ഇങ്ങനത്തേനോടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും, ചിലർക്ക് ഒരു മീഡിയം ടൈപ്പ്, ചിലർക്ക് വളരെയധികം കുറഞ്ഞ അത്ര പ്രശ്നങ്ങളില്ലാത്തവരുമാണ്. പക്ഷെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും കൂടുതലായിട്ട് ഈ പറയുന്ന മൈക്രോ ഗ്രീൻസും അതുപോലെ അല്ലാതെ പച്ചക്കറികൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൈജഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് മാറും. അതുപോലെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ഡൈജഷന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്.
അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇതിൽ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു ഡോക്ടർക്കോ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരാൻ പറ്റുമായിരിക്കും. ഒരു ചോദ്യം ചോദിച്ചില്ലേ, ആ, ഈ വെയിറ്റ് ഗാസിനെ കുറിച്ച് പറഞ്ഞല്ലോ, വെയിറ്റ് ആ, ഉം. അതിന്റെ വിത്ത് എന്ന് പറയുന്നത് ഇതിന് വീട്ടിലുള്ള ഗോതമ്പ് തന്നെയാണോ? അതെ അതെ, ശരിക്കും ഗോതമ്പ് തന്നെയാണത്. ഓക്കെ. ഇത് ഗോതമ്പ് വാണിജ്യാടിസ്ഥാനത്തിലല്ലാതെ സ്വന്തം എന്തോ വീട്ടിലെ ആവശ്യത്തിന് ചെയ്യണ്ടോ? അത് ഈ സ്വന്തം ഇഷ്യൂ എന്നൊരു രീതി അല്ലാതെ വേറെ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും കൃഷിത്തേക്കല്ലാതെ? നിങ്ങൾക്ക് അല്ലാതെ ഗ്രോ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ മീഡിയംസ് ഒക്കെ ഉണ്ടല്ലോ, കൊക്കോപീറ്റ്, അതായത് ചകിരിച്ചോറിന്റെ കമ്പോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ഉണ്ടല്ലോ, മണ്ണിര കമ്പോസ്റ്റ്, അരിച്ചെടുത്ത മണ്ണിര കമ്പോസ്റ്റ്, അല്ലെങ്കിൽ തന്നെ നല്ല വളക്കൂറുള്ള മണ്ണ്, ഇതിലെല്ലാത്തിലും നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. നമ്മള് വീട്ടിലാണ്, നമുക്ക് വലിയ ഇതിന് വലിയ എഫേർട്ട് ഇടാൻ താല്പര്യമില്ല, നമുക്ക് നമ്മുടെ കാര്യം നടക്കണം വീട്ടിലെ പണിയുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇത് പോകണം എന്നുള്ളത് ഒരു ഈസി വേ ആയിട്ടാണ് ഒരു നമ്മൾ ടിഷ്യൂവിന്റെ കാര്യം പറയുന്നത്. ഇത് ബാക്കി ഈ പറയുന്ന നല്ല വെർമി കമ്പോസ്റ്റ്, നല്ല മണ്ണ്, ഇത് കൊക്കോപിറ്റ്, ഇതെല്ലാം തന്നെ ഇതിന് വളർച്ചയ്ക്ക് പറ്റിയ മാധ്യമങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. KVK വഴി ഇതിന്റെ പരിശീലനം KVK വഴി ഉണ്ടോ എന്നുള്ളത് എനിക്ക് നിലവിൽ എനിക്ക് അറിയില്ല കേട്ടോ. അത് ആരട്ടെങ്കിലും ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എവിടെയാണ് അടുത്ത്, എവിടെയാണ് സ്ഥലം, എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട്. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, എനിക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. കൊമേഴ്ഷ്യലി ചെയ്യാനാണോ അതോ? അതെ അതെ, ഓക്കെ, കൊമേഴ്ഷ്യലി ചെയ്യുന്ന ഒന്ന് രണ്ട് പേരുടെ ഡീറ്റെയിൽസ് ഞാൻ ഹിമയ്ക്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് പിന്നെ ഒരു ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ലിങ്കും കൂടെ ഇട്ടേക്കാം. അത് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, പാർട്ടിൽ ചെയ്യുമ്പോഴും എന്തോ ഇതിപ്പോ ഓൺലൈനിൽ ഒരു പറ്റുമോ? എനിക്ക് ക്ലിയർ ആയില്ല. ഓൺലൈൻ വഴിയൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയാൻ വേണ്ടി. അതായത് ആക്ച്വലി നമ്മളിത് ആൾക്കാർ എത്ര അവെയർ ആവുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സിറ്റീസിലോട്ടൊക്കെ ചിലപ്പോൾ അത് കുറച്ചും കൂടെയൊക്കെ മൂവ് ചെയ്യും. പിന്നെയൊക്കെ നമ്മുടെ കോണ്ടാക്ട്സ് വെച്ച് അങ്ങനെയൊക്കെ ഇപ്പം നിലവിൽ സെയിൽ ചെയ്ത് പോകുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ബാംഗ്ലൂരോ പോലെ അങ്ങനെയുള്ള ഒരു വലിയ സിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ ഇത് വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം ഇത് കുറച്ചും കൂടെ ആൾക്കാരിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ടൈം എടുക്കും തോറും അത് കൂടും. ഈ 3-4 വർഷം മുമ്പാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഞാൻ നോക്കും കൂടുതലും ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ കൂടുതൽ പേര് അതിലോട്ട് വരുന്നു. മാർക്കറ്റ് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ശ്രമിക്കുന്നത് നടക്കാത്ത കാര്യമല്ല. ഞാൻ ഇതിന്റെ സീഡ്സ് ഉണ്ടല്ലോ, അത് നല്ല ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണോ? ബ്രോക്കോളി ആയാലും സൺഫ്ലവർ ആയാലും ചിലത് വളർത്താനുള്ള കിറ്റ്സ് അവൈലബിൾ ആണെന്ന് ഞാൻ ഇങ്ങനെ കണ്ടു. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ഇത് വളർത്താനുള്ള കിറ്റ്സ് ആയിട്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടുന്നെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാമേ. ഇപ്പൊ എന്തെങ്കിലും എന്റെ ഡീറ്റെയിൽസ് ഇല്ല. എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ കണ്ടു. ഞാനിത് നല്ല വാണിജ്യാടിസ്ഥാനത്തില് വലിയ രീതിയിൽ സെറ്റ് ചെയ്തല്ലാതെ ചെറിയ രീതിയിൽ ചെയ്ത് സെയിൽ ചെയ്ത് അത് ഉപജീവനാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയല്ലേ? എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ചെറുതായിട്ട് ഏത് കാര്യമാണെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്കതൊരു സക്സസ് ആയതിനു ശേഷം നമ്മളൊരു കാരണം ഇത് കൊമേഴ്ഷ്യലി നമുക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ ചെയ്യണം. എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കേട്ടിടത്തോളം. എങ്കിലും അത് നമുക്ക് ആദ്യം ഇപ്പൊ ഈ പറയുന്ന നമുക്ക് ടിഷ്യൂ പേപ്പർ തന്നെ നമുക്ക് കുറച്ച് ചെയ്ത് നോക്കാം. അതിനുശേഷം ചെറുതായിട്ട് കൊക്കോപിറ്റ് ആണ് നോർമലി ഇപ്പൊ ഞാൻ കണ്ട എല്ലാ കൊമേഴ്ഷ്യലി ചെയ്തിരിക്കുന്ന ആൾക്കാരും ചെയ്തിരിക്കുന്ന മീഡിയം എന്ന് പറയുന്നത്. വെർമി കമ്പോസ്റ്റ് ഒരു നല്ല മീഡിയം ആണ്. എങ്കിലും കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്നവരുടെ എല്ലാം കൂടുതലും ഇതാണ്. അപ്പൊ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യണമല്ലോ. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രാക്ടിക്കലി ചെയ്തു വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യാം. അപ്പൊ അതൊന്ന് നമ്മൾ ആ ഒരു സാഹചര്യമായിട്ട് നമ്മളൊന്ന് ഒരു സക്സസ് ആയതിനു ശേഷം വിപുലീകരിക്കുന്നത് ആയിരിക്കും നല്ലത്. പക്ഷെ എനിക്ക് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ, കാരണം
നമുക്ക് ഫിസിക്കലി നമുക്ക് വലിയ വർക്ക് വേണ്ടി വരുന്നില്ല. നമുക്കൊരു മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ അത് ആദ്യത്തെ സ്റ്റേജ് സക്സസ് ആക്കി എടുക്കണം. കാരണം ഇപ്പൊ ഉലുവയ്ക്ക് അധികം വെള്ളം വേണ്ട, നമ്മൾ ബാക്കി നിന്ന് കൊടുക്കുന്ന അത്രയും വെള്ളം ഇതിന് വേണ്ട. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഒക്കെ നമ്മൾ ഓരോന്നിന്റെയും മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരു അല്പം കൂടെ പൈസ അതിൽ മുടക്കി നമ്മൾ മാർക്കറ്റിംഗ് കൂടെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല വരുമാന മാർഗമാണ് എന്നുള്ളതാണ് കാണുന്നത്. എനിക്ക് ചെയ്യാം എന്നുള്ളതാണ് തോന്നുന്നത്. താങ്ക് യു മാം. എനിക്കിപ്പോ മൈക്രോഗ്രീനെ പറ്റി എല്ലാ കാര്യങ്ങളും മാം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചെയ്യാനാണെങ്കിലും ഒരു വരുമാനം കിട്ടാനാണെങ്കിലും വരുമാനം അതിൽ നിന്ന് നേടാനാണെങ്കിലും ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആരോഗ്യം എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ മൈക്രോഗ്രീൻസ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇത്രയും അറിവുകൾ നമുക്ക് പകർന്നു തന്നതിന് മാമിനോട് മൈൻഡിന്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും ഇങ്ങനെ പ്രോഗ്രാമുകളിലൊക്കെ മാമിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മാം.